السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. മഹത്തായ പത്തായ്മയിലെ സയ്യിദുമാർ, പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കൊക്കെ രണ്ടു ലോകത്തും വിജയം പ്രദാനം ചെയ്യട്ടെ. അതിനാവശ്യമായ അമലുമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത്, മശായിഖിന്റെ പൊരുത്തം സമ്പാദിക്കാൻ അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഷ്റഫുൽ ഖൽഖ് എന്ന വിഷയത്തിലാണ് നാം ചർച്ച നടത്തുന്നത്. പ്രകൃതിയിലും മഹിമ എന്ന ഒരു ചെറിയ വിഷയത്തിൽ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. അതിന്റെ ബാക്കി എന്നോണം അല്പം മാത്രം ഇന്നും സൂചന മാത്രം നൽകുകയാണ്. പ്രകൃതിപരമായി മനുഷ്യരിൽ സാധാരണ കണ്ടുവരുന്ന അവസ്ഥ അല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉള്ളത്. ആ വിഷയത്തിലും അഷ്റഫാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ് എന്നതിന് ചെറിയ ഒരു ഉദാഹരണം കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞു. അവിടത്തെ ആന്തരികമായി സാധാരണ എല്ലാ മനുഷ്യരിലും ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉള്ള പൈശാചികമായ ഇടപെടലിന് കാരണമാകുന്ന ഒരു മാംസപിണ്ഡം വളരെ പരസ്യമായി തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മുറിച്ചു കളയുകയും അത് വേണ്ട എന്ന് സൃഷ്ടാവായ നാഥൻ തീരുമാനിക്കുകയും അങ്ങനെ ഒന്നും ഇല്ല എന്നത് മറ്റുള്ളവരറിയണമെന്ന നിലക്ക് പരസ്യമായി തന്നെ അത് നടപ്പിൽ വരുത്തുകയും ചെയ്തത് വളരെ വ്യക്തമായി സഹിയായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നത് കഴിഞ്ഞ പാർട്ടിൽ സൂചിപ്പിച്ചു. ഇങ്ങനെ വരുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠനം നടത്തുകയും അതിന്റെ പരിണിത ഫലമായി അല്ലെങ്കിൽ ആ പഠനത്തിന്റെ റിസൾട്ടായി സാധാരണ പ്രകൃതി മാത്രമാണ് പ്രവാചകൻ ഉള്ളത്, അതുപോലെ സാധാരണ രൂപത്തിൽ തന്നെയാണ് ജനിച്ചതും വളർന്നതും എന്നൊക്കെ കണ്ടെത്തിയ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, ഇവരുടെ ആദർശം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തള്ളപ്പെടേണ്ടതാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. അഥവാ പ്രകൃതിപരമായി തന്നെ ഒരുപാട് ഗുണമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉള്ളത്. ഇന്ന് അതിന്റെ ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശക്തി, അവിടുത്തെ ഖുവ്വത്ത്. ഒന്ന്, ഖുവ്വത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക കഴിവ്. ഒരു സാധാരണ മനുഷ്യരിൽ ഉണ്ടാകുന്ന കഴിവ് അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടായിരുന്നത്. ആ വിഷയത്തിലും അഷ്റഫ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടും. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ, ശക്തിയുള്ള ഒരു സത്യവിശ്വാസി ഉന്നതനാണ്. വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫി, ബലഹീനനായ ശക്തി കുറഞ്ഞ മുഅ്മിനിനേക്കാൾ അള്ളാഹുവിനെ ഇഷ്ടം ശക്തിയുള്ള ഒരു മുഅ്മിനിനെയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ശക്തി കൂടി അവന്റെ വിശ്വാസത്തിന്റെ പ്രചാരണത്തിനും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അമലിനും ഉപയോഗപ്പെടുത്താൻ അവന് കഴിയും. അതുവഴി അവന് നന്മ വർദ്ധിക്കും എന്നതുകൊണ്ട് തന്നെ ഖുവ്വത്തുള്ള മുഅ്മിൻ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഗണത്തിലാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന് പറയുന്ന ആശയം അഥവാ മനസ്സിലെ വിശ്വാസം, ആ വിശ്വാസത്തോടുകൂടെ അത് നിലനിൽക്കുന്ന ഭൗതിക ബോഡി, ശരീരം,
ആ ശരീരത്തിനും കഴിവ് കൂടുമ്പോൾ ആ കഴിവിനെ ഉള്ളിലുള്ള ആശയത്തിന് അനുസരിച്ച് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് സന്തോഷകരമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ കഴിവുള്ള ഒരു സത്യവിശ്വാസി, ഖുവ്വത്തുള്ള ഒരു സത്യവിശ്വാസി അതില്ലാത്തവനെ അപേക്ഷിച്ച് ഉന്നതനാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ആ വിഷയത്തിലും അശ്റഫ് അഥവാ അതിശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. കുന്നാ നതഹദ്ദസു അന്നഹു ഉഅ്തിയ ഖുവ്വത 40. ഞങ്ങൾ പറയുമായിരുന്നു എന്ത്, അഥവാ സ്വഹാബ റളിയല്ലാഹു അൻഹും ഇജ്മാഅൻ അവരെല്ലാവരും അന്നഹു ഉഅ്തിയ ഖുവ്വത 40, 40 ആളുകളുടെ കഴിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. 40 ആളുകളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ മറ്റൊരു റിപ്പോർട്ടിലുണ്ട് മിൻ റിജാലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ആളുകളിലെ 40 ആളുകൾ, സ്വർഗനിവാസികളിലെ 40 പുരുഷന്മാരുടെ കഴിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലുള്ള ഒരാൾക്കുള്ള കഴിവെത്ര? അതും റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന റജുല മിൻ അഹ്ലിൽ ജന്നതി ലയുഅത ഖുവ്വത മിഅത്തിൻ, സ്വർഗത്തിലുള്ള ഒരു പുരുഷന് ദുനിയാവിലുള്ള 100 ആളുകളുടെ കഴിവ് ഉണ്ട്. സ്വർഗത്തിലെ ഒരു പുരുഷന് ദുനിയാവിലെ സാധാരണ പുരുഷന്മാരുടെ കഴിവ് പരിശോധിച്ചാൽ 100 വ്യക്തികൾക്കുള്ള കഴിവ് സ്വർഗത്തിലെ ഒരു പുരുഷന് ഉണ്ടാകും. അങ്ങനത്തെ 40 പുരുഷന്മാരുടെ കഴിവ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടെങ്കിൽ فعلى هذا يكون حساب قوة نبينا 40,000. 4000 മനുഷ്യരുടെ കഴിവ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകും. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിച്ചിരിക്കുകയാണ്. ആകെ നമ്മൾക്കെന്ത് മനസ്സിലായി? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴിവ് 4000 പുരുഷന്മാരുടെ കഴിവായിരുന്നു. ദുനിയാവിലുള്ള 4000 പുരുഷന്മാരുടെ കഴിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ശാരീരിക കഴിവ് എന്നത് പ്രകൃതിപരമായി ഉണ്ടാകുന്നതാണ്. ആർക്കെങ്കിലും ശാരീരിക ക്ഷതമേറ്റാൽ അവര് ശരീരത്തിന്റെ കഴിവും ക്ഷയിക്കും. അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ട, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ ആ കഴിവ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതിപരമായുള്ള ആ ഒരു മേന്മ അഥവാ 4000 പുരുഷന്മാരുടെ കഴിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സാധാരണ പ്രകൃതി തന്നെയാണ് എന്തെങ്കിലും നമ്മൾ വിലയിരുത്തുക. എല്ലാവരെക്കാളെയും ആ വിഷയത്തിലും ശരീഫാണ് അല്ലെങ്കിൽ അഷ്റഫാണ്, അത്യുന്നതരാണ്. അന്ന നബിയന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫൂഖു ഫീ ഖുവ്വതിഹി കുല്ല നബിയ്യിൻ, നിശ്ചയം നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഫൂഖു ഫീ ഖുവ്വതിഹി കുല്ല നബിയ്യിൻ, എല്ലാ നബിമാർക്കും മുകളിലാണ് അവിടുത്തെ കഴിവിന്റെ വിഷയത്തിൽ. ശാരീരിക കഴിവിന്റെ വിഷയത്തിൽ, ആരോഗ്യത്തിന്റെ വിഷയത്തിൽ എല്ലാ പ്രവാചകന്മാരുടെയും മുകളിലാണ് എന്ന് മഹാനായ മുല്ല അലിയുൽ ഖാരി ഉംദത്തുൽ ഖാരിയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവ്, ശാരീരിക കഴിവ് സാധാരണയേക്കാൾ ഒരുപാട് അധികമായിരുന്നു. അതിന്റെ ഒരു സംഭവം സാധാരണ നമ്മൾ കേൾക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ. ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട സുപരിചിതമായ സുപ്രസിദ്ധമായ സംഭവം, റുക്കാനത്ത് ഇബ്നു അബ്ദി യസീദ് അദ്ദേഹം
അന്നത്തെ അവസ്ഥയിൽ ഏറ്റവും ശക്തിയുള്ള ആളായിരുന്നു. വക്കാന റുക്കാനത്തുബിനു അബ്ദി യസീദ അശദ്ദ ഖുറൈശൻ. ഖുറൈശികളിൽ ഏറ്റവും ശക്തിയുള്ള ആളായിരുന്നു. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും എല്ലാ വിഷയത്തിലും ഉന്നതരായ ആളുകളാണ്. അതുകൊണ്ട് ഖുറൈശികളിൽ ശക്തിയുള്ള ആൾ എന്ന് പറയുമ്പോൾ സമാനമായ സമകാലികരായ ആളുകളിൽ ഏറ്റവും ശക്തിയുള്ള ആളായിരുന്നു റുക്കാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബാദി ശിആബി മക്ക. മക്കയുടെ തെരുവിൽ ഒരിക്കൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും റുക്കാനയും ഒറ്റക്കായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ റുക്കാനയോട് റസൂലുള്ളാഹി ചോദിച്ചു, യാ റുക്കാനതു അലാ തത്തഖില്ലാഹ വതഖബ്ബൽ മാ അദ്ഉക ഇലൈഹി. റുക്കാന, നീ അല്ലാഹുവെ പേടിക്കുന്നില്ലേ? ഞാൻ നിന്നെ ക്ഷണിക്കുന്ന ആശയം, വിഷയം, ആ ദർശനം അത് നീ സ്വീകരിക്കാൻ തയ്യാറല്ലേ? അഥവാ വിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ നീ തയ്യാറല്ലേ? നിനക്ക് മുസ്ലിമായി കൂടെ എന്ന് ഏറ്റവും വലിയ ബോക്സിംഗ് ചാമ്പ്യനായ മക്കത്തുള്ള നല്ല കഴിവുള്ള, ശാരീരികമായി പവറുള്ള, ആരോഗ്യമുള്ള റുക്കാനയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. റുക്കാനയുടെ പ്രതികരണം, ലൗ അഅലമു അന്നല്ലദീ തഖൂലു ഹഖ്ഖുൻ ലത്തബഅതുക. നീ പ്രബോധനം ചെയ്യുന്ന വിഷയം അതാണ് സത്യം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ പിൻപറ്റും. നല്ല ഒരു മറുപടിയാണ് റുക്കാനയിൽ നിന്നുണ്ടായത്. നീ ഏത് വിഷയത്തിലേക്കാണോ ക്ഷണിക്കുന്നത് ആ വിഷയം അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം എന്നെനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും, അഥവാ തന്നെ ഞാൻ പിൻപറ്റും. പക്ഷെ അത് ബോധ്യപ്പെടണമല്ലോ. എങ്കിൽ എങ്ങനെയാണത് ബോധ്യപ്പെടുത്തേണ്ടത്? ആൾക്ക് അനുസരിച്ചുകൊണ്ട് പെരുമാറുക. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ റുക്കാനയോട് ഉടനെ പറഞ്ഞു, അഫറഅയ്ത ഇൻ സറഅതുക അതഅലമു അന്നമാ അഖൂലു ഹഖ്ഖുൻ. നീ സാധാരണയിൽ അധികം ആരോഗ്യമുള്ള ആളാണ്, അങ്ങനെ ഒരു വെപ്പ്, അങ്ങനെയുള്ള ഒരു നാട്യം നിനക്കുണ്ട് എന്ന അർത്ഥത്തിൽ നീ ഇവിടെ അറിയപ്പെട്ട ഒരു ബോക്സിംഗ് ചാമ്പ്യനാണ് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള ആളാണ്. എങ്കിൽ ആ വിഷയത്തിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. ആ വിഷയത്തിൽ നമ്മൾക്കൊരു മത്സരം നടത്താം. ഞാൻ നിന്നെ തള്ളിയിട്ടാൽ നിനക്ക് ബോധ്യപ്പെടുമോ ഞാൻ ക്ഷണിക്കുന്ന വിഷയം സത്യമാണ് എന്ന്? റുക്കാനയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചിന്തിക്കാനില്ല. ഉടനെ കാലനാണ്, അതെ, ഓക്കെ, റെഡിയാണ്. എന്തുകൊണ്ട്? അവന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആരുടെ മുമ്പിലും പരാജയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. മൽപ്പിടുത്തം നടത്തിയിട്ട് ആരോഗ്യപരമായി നേരിട്ടിട്ട് റുക്കാനയെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ റുക്കാനക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞു. റുക്കാന പറഞ്ഞു, ഓക്കെ, റെഡിയാണ്. കാല റസൂലുള്ളാഹി തങ്ങൾ ഒരുങ്ങാറൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫക്കും, ഉടനെ എണീക്ക്, ഹത്താ ഉസാരി ആക്ക, ഞാൻ നെയ്യുമായി മൽപ്പിടുത്തം നടത്താൻ. നെയ്യുമായി മൽപ്പിടുത്തം നടത്താം, നമ്മൾക്ക് മൽപ്പിടുത്തം നടത്താം. എന്നിട്ട് ആരാണോ വീഴുന്നത് നോക്കാം, ആരാണോ പരാജയപ്പെടുന്നത് നോക്കാം. കാല അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാൻ, ഫഖാമ റുക്കാനതു ഇലൈഹി ഫസാറഅഹു. റുക്കാനന്നു റെഡിയായി പരസ്പരമേതായി മൽപ്പിടുത്തം ആരംഭിച്ചു. ഫലമ്മാ ബതശ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ജഅഹു ലാ യംലികു മിൻ നഫ്സിഹി ശൈഅ. റസൂലുള്ളാഹി തങ്ങളുടെ തിരുക്കരം കൊണ്ട് അവനെ പിടിച്ചതോടുകൂടെ അദ്ജഅഹു, അവനെ കിടത്തി. ലാ യംലികു മിൻ നഫ്സിഹി ശൈഅ, അവന്റെ കഴിവ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, അവന്റെ ആരോഗ്യം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഒരൊറ്റ പിടിച്ചിട്ട് അവനെ കിടന്ന സ്ഥലത്തുനിന്ന് അവനെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ
അവൻ കിടക്കുക. ഉടനെ അവൻ പറഞ്ഞു, ഇത് ഞാൻ സമ്മതിച്ചു, പക്ഷേ ഇത്രമാത്രം പ്രതീക്ഷിച്ചില്ല എന്നർത്ഥത്തിലായിരിക്കാം. സുമ്മക്കാര കുറച്ചു നേരം അങ്ങനെ കടന്നു. ഇനി എന്ത് വേണമെന്ന് ചിന്തിച്ചു. സുമ്മക്കാര പിന്നെ പറയാം, മുഹമ്മദു, മുഹമ്മദ് ഒരവസരവും കൂടി നീ തരണം. ഇപ്പോഴും നീ ലീഡ് നേടിയിരിക്കുന്നു. നമ്മൾ നിന്ന നിൽപ്പും ഒരു മത്സരാകുമ്പോൾ കളം മാറി ചവിട്ടലൊക്കെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഇനി നീ നിന്നേടത്ത് ഞാനും, ഞാൻ നിന്നേടത്ത് നീയും ഒക്കെ സ്റ്റെപ്പൊക്കെ ഒന്ന് ഉറപ്പിച്ചു ഒന്ന് റെഡിയാവാ. ശത്രുവിനെ ഇത്രമാത്രം വിലയിരുത്തിയില്ല എന്നവന്റെ മനസ്സ് വായിക്കുന്നുണ്ട്. അവരുടെ മനസ്സിപ്പോ സങ്കടപ്പെടുന്നുണ്ടാവും. ഏതായാലും ശത്രുവിനെ മനസ്സിലായി, ഇനി അതനുസരിച്ച് ഒന്ന് ഒരുങ്ങാം. അതുകൊണ്ട് ഒരവസരവും കൂടി വേണം. ആവട്ടെ, നീതിയാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ രണ്ടാമതും അതിന് സമ്മതിച്ചു. അങ്ങനെ രണ്ടാമതും ഏതാണ് അവിടെ ബലപ്പെടുത്തം നടക്കുകയാണ്. വീണ്ടും ഏതായി തള്ളിയിട്ടു, വീണ്ടും തള്ളിയിട്ടു. ഇപ്പൊ തീർത്തും ഏതായി വിജയിച്ചു, ലീഡല്ല. കാരണം രണ്ട് പ്രാവശ്യവും രണ്ട് ഭാഗത്ത് നിന്നിട്ടും വേണ്ട രീതിയിൽ തയ്യാറായിട്ടും അവന്റെ ആവശ്യം പോലെ സമയം അനുവദിച്ചിട്ടും മത്സരത്തിൽ അവൻ പരാജയപ്പെട്ടു എന്ന് വന്നല്ലോ. എന്നാലും വീണ്ടും അവസരം കൊടുക്കുകയാണ്. ഇനി വേണോ? ഫലമ്മാകാലത്ത് സാലിസത്തി, മൂന്നാം പ്രാവശ്യവും അവൻ ആവശ്യപ്പെട്ടത് പ്രകാരം മൽപ്പിടുത്തം നടന്നു. മൂന്നാം പ്രാവശ്യത്തിലും ആദ്യവും രണ്ടാമതും ഉണ്ടായതുപോലെ അവനെ തള്ളിയിട്ടപ്പോ ആ കടത്തത്തിൽ നിന്ന് റുക്കാന പറഞ്ഞു, യാ മുഹമ്മദോ മുഹമ്മദ്, മാ വളഅ ലഹ്രി ഇലൽ അർളി, മാ വളഅ ലഹ്രി ഇലൽ അർളി അഹദുൻ ഖബ്ലക്. നീ എന്നെ ഈ വീഴ്ത്തിയതിന്റെ മുൻപ് ഒരാളും എന്നെ ഭൂമിയിൽ വീഴ്ത്തിയിട്ടില്ല, ഒരാളും എന്നെ വീഴ്ത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒമാകാര അഹദുൻ, ഈ സന്ദർഭം വരെ, ഇപ്പൊ എന്നെ നീ വീഴ്ത്തിയ സന്ദർഭം വരെ റുക്കാനെ വീഴ്ത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. അവന്റെ പ്രഖ്യാപനം എങ്ങനെ? മാ വളഅ ലഹ്രി ഇലൽ അർള്, ഭൂമിയിലേക്ക് അഹദുൻ ഖബ്ലക്, നിന്റെ മുമ്പ് ഒരാളും എന്നെ പരാജയപ്പെടുത്തിയിട്ടില്ല, ഭൂമിയിൽ എന്നെ തള്ളിയിട്ടിട്ടില്ല, എന്നെ വീഴ്ത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നീയാണത് ചെയ്തത്. യഥാർത്ഥത്തിൽ വമാകാന അഹദുൻ അബ്ഗള ഇലയ്യ മിൻക, നിന്നോട് ഇതുവരെ എനിക്ക് ഏറ്റവും വലിയ ദേഷ്യമായിരുന്നു, ഏറ്റവും വലിയ ദേഷ്യം നിന്നോടുണ്ടായിരുന്നു. പക്ഷേ ഇനി ആ ദേഷ്യം വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് സത്യം ബോധ്യപ്പെട്ടു, എന്നെ 3 പ്രാവശ്യവും ഭൂമിയിൽ വീഴ്ത്താൻ നിനക്ക് സാധിച്ചെങ്കിൽ തീർത്തും ഞാനിതാ വിശ്വസിക്കുന്നു, വഅനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ്. കിടത്തത്തിൽ നിന്നു തന്നെ അവൻ ഷഹാദത്ത് ഉച്ചരിച്ചു. ഫഖാമ അൻഹു റസൂലുള്ളാഹ്, അവൻ എണീക്കാനുള്ള അവസരം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഉണ്ടായത്? ആ കിടത്തത്തിൽ നിന്ന് അവൻ പരാജയം സമ്മതിച്ചു എന്ന് മാത്രമല്ല, അവന്റെ കണ്ടീഷൻ എന്തായിരുന്നു? എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ വിശ്വസിക്കും. എങ്ങനെ ബോധ്യപ്പെടുക? നിന്നെ ഞാൻ തള്ളിയിട്ടാൽ ഓക്കെ എന്ന് പറഞ്ഞു. തള്ളിയിട്ടു. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം അവനെ തള്ളിയിട്ടപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക ശക്തി അവരെ ബോധ്യപ്പെടുകയാണ്, അവർ അംഗീകരിക്കുകയാണ്. ആ പ്രവാചകത്വത്തെ, അവിടുന്ന് പ്രചരിപ്പിക്കുന്ന സന്ദേശത്തെ സ്വീകരിക്കുകയും ഷഹാദ ഉച്ചരിക്കുകയും ഇസ്ലാമിന്റെ മെമ്പറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഓരോ പ്രാവശ്യവും നമ്മൾ സാധാരണ ഒരു മത്സരം നടത്തുമ്പോ അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ തള്ളിയിട്ടാൽ നീ എന്താ തരിക? ഞാൻ ഇന്നത് തരാം. ഈ രൂപത്തിലൊരു കണ്ടീഷൻ അവർ തമ്മിലുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ കാണാം, കുല്ലമറ അലാ മിഅത്തിൻ മിനൽ ഗനം, ഓരോ പ്രാവശ്യം 100 ആട്. തള്ളിയിട്ടപ്പോ ആരാണ് തള്ളിയിടുന്നത്? ആ തള്ളിയിടുന്ന ആള്, തള്ളിയിടുന്ന ആൾക്ക് വീഴപ്പെടുന്ന ആൾ 100 ആട് കൊടുക്കുക എന്ന ഒരു കണ്ടീഷനിലാണ്. അങ്ങനെ 1-ാം പ്രാവശ്യം റുക്കാന വീണപ്പോ 100 ആട് റസൂലുള്ളാഹി തങ്ങൾക്ക് അവകാശപ്പെട്ടതായി. അപ്പോഴും കൊടുത്തു എന്നല്ല, കാരണം ആടിനെ കയ്യിൽ പിടിച്ചുകൊണ്ടല്ലെന്ന് വരുന്നത്. ഏതായാലും ആ
ഇത്തിഫാഖ് അങ്ങനെയാണ്. 100 ആടിന് റസൂലുള്ളാഹി തങ്ങൾ അർഹതപ്പെട്ടു. 2ാം പ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു. മിക്കവാറും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ആ 100 ആട് എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. പക്ഷെ ഉണ്ടായതോ 2ാമത്തെ 100 കൂടി റസൂലുള്ളാഹി തങ്ങളുടെ പോക്കറ്റിലേക്ക് തന്നെ, അക്കൗണ്ടിലേക്ക് തന്നെ നീങ്ങുകയാണ്. അങ്ങനെ 200. 3ാം പ്രാവശ്യം ഏതായാലും ആട് 100 പോയാലും അടുത്തതിൽ വിജയിച്ചാൽ ഫൈനൽ റൗണ്ടിൽ വിജയിക്കുമല്ലോ എന്നവൻ ധരിച്ചത് കൊണ്ടാണ് 3ാം പ്രാവശ്യം അവൻ തയ്യാറായത്. പക്ഷെ 3ാം പ്രാവശ്യവും 100 ആട് അഥവാ 300 ആട് അവനെ നഷ്ടപ്പെട്ടു എന്നല്ല. റുക്കാനയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രഖ്യാപനം എന്താ? നിന്റെ മുമ്പ് ഒരാളും എന്നെ വീഴ്ത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനിതാ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അവനെ സംബന്ധിച്ചോളം അഭിമാനം നഷ്ടപ്പെട്ടു, അവൻ ഏറെ അപമാനമായി മാറി. അതുകൊണ്ട് തന്നെ അവന് സത്യം ബോധ്യപ്പെട്ടു. 300 ആട് റസൂലുള്ളാഹി തങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിലും യഥാർത്ഥത്തിൽ ആ ഭൗതികമായ ഒരു 300 ആട് കണ്ടിട്ടല്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്യുന്നത്. ഞാനിപ്പോ ഇവനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ, അവനത് സ്വീകരിച്ചാൽ അവന്റെ മുമ്പിൽ മുഅ്ജിസത്തോ അല്ലെങ്കിൽ അള്ളാഹു തന്ന പ്രത്യേക കഴിവുകളോ കാണിച്ചു കൊടുക്കുമ്പോ എനിക്ക് ഭൗതികമായ എന്തെങ്കിലും നേട്ടം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പ്രബോധനം ചെയ്തത്. അതുകൊണ്ട് തന്നെ വറദ്ദ അലൈഹി വലമഹു, ആ 300 ആടും എന്റെ അക്കൗണ്ടിലേക്ക് വേണ്ട, നിനക്ക് ഞാൻ തിരിച്ചു തന്നെ അയക്കുകയാണ്. ഇത് 300 എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി ശക്തമായി ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. അൽ ബിദായത്തു വന്നിഹായ 3ാം വാല്യത്തിൽ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി തന്നെ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റു പല ഗ്രന്ഥങ്ങളിലും കാണാൻ പറ്റും. ഏതായാലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായ കഴിവിന്റെ ശക്തിയാണ് ഈ ചരിത്രത്തിലും നേരത്തെ പറഞ്ഞ ഹദീസുകളിലും നമ്മൾക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ശാരീരികമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപോലെയായിരുന്നു, സാധാരണ രീതിയായിരുന്നു എന്ന കണ്ടെത്തൽ തീർത്തും അബദ്ധമാണ്, അല്ലെങ്കിൽ ഭീമാബദ്ധമാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. ഒരു വിഷയം കൂടി ഒന്ന് സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇന്നത്തെ പാട്ട് അവസാനിപ്പിക്കാം. പ്രകൃതിപരമായി ഉണ്ടാകുന്ന ഒന്നാണല്ലോ ശാരീരിക ഭംഗി. എന്നാൽ സാധാരണ ശരീരത്തിന്റെ ഭംഗി ആയിരുന്നില്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നത് പ്രാമാണികമായി തന്നെ ബോധ്യപ്പെട്ടതാണല്ലോ. ഒരു സാധാരണ മനുഷ്യന്റെ പ്രകൃതി തന്നെയായിരുന്നു എന്ന കണ്ടെത്തൽ തീർത്തും തെറ്റാണ്. എന്റെ കാരണം ഒരു സാധാരണ മനുഷ്യന്റെ ശാരീരിക ഭംഗി അല്ല അഷ്റഫുൽ ഖൽഖ് തങ്ങളിൽ ഉണ്ടായിരുന്നത്. മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ഹസനൽ വജ്ഹി ഹസനസ് സൗത്തി. എല്ലാ നബിമാരും ഭംഗിയുള്ളവരും ശബ്ദം, ശാരീരിക ഭംഗിയും ശബ്ദമാധുര്യവും ഉള്ളവരായിരുന്നു. എല്ലാ പ്രവാചകന്മാരും ശാരീരിക ഭംഗി അത് പ്രബോധനത്തിന് ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ശബ്ദഭംഗി, ശബ്ദമാധുര്യം. പ്രബോധനം ചെയ്യുന്ന ആൾ എല്ലാ അർത്ഥത്തിലും സ്വീകാര്യനാവുക എന്നതിന്റെ ഒരു വശമാണ് അവന്റെ വസ്ത്രവും അവന്റെ നടപ്പും ഇരിപ്പും കോലവും ചേരുമൊക്കെ ഭംഗിയുള്ള, ആകർഷിക്കപ്പെടുന്ന ഒരു രീതി ആവുക എന്നത്. എന്ന പോലെ ശബ്ദം അത് മാധുര്യമുള്ളതാവണം, സന്തോഷകരമാവണം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രബോധകന്മാരായ പ്രവാചകന്മാരെ മുഴുവനും സൃഷ്ടാവായ നാഥൻ അങ്ങനെ തന്നെയാണ് നിയോഗിച്ചതും. എല്ലാ പ്രവാചകന്മാരുടെയും ശരീരത്തിനും എല്ലാ പ്രവാചകന്മാരുടെയും ശരീരം ഭംഗിയുള്ളതായിരുന്നു. അതുപോലെ തന്നെ അവരുടെയൊക്കെ ശബ്ദം അത് മാധുര്യമുള്ളതായിരുന്നു. എന്നാൽ വക്കാന നബിയുക്കും അഹ്സനഹും വജ്ഹാ വഅഹ്സനഹും സൗത്താ. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, എന്നാൽ നിങ്ങളുടെ പ്രവാചകൻ അഥവാ ഞാൻ അവരിലൊക്കെ ഏറ്റവും ഭംഗിയുള്ള ആളാണ്. അവരുടെയൊക്കെ ശബ്ദത്തെക്കാൾ ഏറ്റവും സുന്ദരമായ ശബ്ദം എന്റേതാണ്. പ്രവാചകന്മാരാണല്ലോ എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലുള്ളവർ. ഭംഗിയിലായാലും ശബ്ദത്തിലായാലും ഒക്കെ ഉയർന്ന പദവിയുള്ളത് പ്രവാചകന്മാർക്ക് തന്നെയാണ്. എങ്കിൽ ആ പ്രവാചകന്മാരിൽ ഏറ്റവും ഭംഗിയുള്ള ആൾ ശബ്ദത്തിന്റെ വിഷയത്തിലായാലും ശാരീരിക ഘടനയിലായാലും ഏറ്റവും ഭംഗിയുള്ളത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയായിരുന്നു. മാത്രമല്ല ഇമാം ഖസ്തല്ലാനി തങ്ങൾ അവിടുത്തെ മവായിബുൽ ലദുല്ലിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഇന്ന മിൻ തമാമിൽ ഈമാനി ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ വിശ്വാസം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? الإيمان بأن الله تعالى جعل خلق بدنه الشريف على وجه لم يظهر قبله ولا بعده خلق آدمي مثله. നമുക്ക് സല്ലല്ലാഹു തങ്ങൾ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വാസം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അവിടുത്തെ ഖുർആൻ, നമ്മുടെ മുമ്പിൽ പ്രചരിപ്പിച്ച അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ, അതുപോലെ അവിടുത്തെ തിരു ഹദീസുകൾ, ഇത് മാത്രം അംഗീകരിച്ചാൽ പോരാ. അവിടുത്തെ ശാരീരിക മഹത്വം അത് അംഗീകരിക്കുമ്പോഴേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ അള്ളാഹു പടച്ചതെങ്ങനെയാണ്? ലം യദ്ഹർ ഖബ്ലഹു വലാ ബഅദഹു ഖൽഖ ആദമിയ്യിൻ മിസ്ലഹു. അതുപോലെ ഭംഗിയിൽ വടിവത്ത ഒരു ശരീരമായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുൻപോ എന്ന് മാത്രമല്ല ശേഷമോ അഥവാ ഒരൊറ്റ മനുഷ്യനെയും അള്ളാഹു ആ രൂപത്തിൽ പടച്ചിട്ടില്ല. ഏറ്റവും വലിയ ഭംഗി മനുഷ്യരിൽ, ബാക്കി നമ്മളിപ്പോ മനുഷ്യരാണ് മറ്റു ജീവികളിൽ ഏറ്റവും ഭംഗിയുള്ളവർ എന്ന് ഫീ അഹ്സനി തഖ്വീം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടും. ആ വിഷയത്തിലേക്കല്ല ഇപ്പൊ പോകുന്നത്. എന്തായാലും മനുഷ്യർക്കാണ് ഭംഗിയുള്ളത് എന്ന് വന്നാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ലം യദ്ഹർ ഖബ്ലഹു വലാ ബഅദഹു ഖൽഖ ആദമിയ്യിൻ മിസ്ല, അല്ലാഹു ഒരൊറ്റ മനുഷ്യന്റെ സൃഷ്ടിപ്പും ഇതിനു മുമ്പ് റസൂലുള്ളാഹി തങ്ങളുടെ സൃഷ്ടിപ്പിനേക്കാൾ ഉഷാറായി ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോഴേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ശാരീരികമായും അസാധാരണത്വം, സാധാരണത്വം അല്ല അസാധാരണത്വം, എല്ലാവരെ പോലെയല്ല അവിടുത്തെ ശരീരത്തിന്റെ അവസ്ഥ എന്ന് വിശ്വസിക്കണം. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖസ്സലാനി മവാഹിബുൽ ലദുനിയിൽ ഉദ്ധരിച്ചതാണ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭംഗി കൂടുതലായിരുന്നു. ഭംഗിയുടെ ഒരു ഭാഗം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുടെ ഒരു ഭാഗം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ബാക്കിയുള്ള ആ ഒരു ഭാഗം കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്കും മറ്റു പ്രവാചകന്മാർക്കും ഉമ്മത്തുകൾക്കൊക്കെ നൽകുമ്പോ സ്വാഭാവികമായിട്ടും യൂസുഫ് നബിയേക്കാൾ ഭംഗിയിൽ പുറകിലായിരിക്കുമല്ലോ എന്ന് സംശയം തോന്നിപ്പോകും. അപ്പോൾ ഇവിടെ ഹദീസ് വൈരുദ്ധ്യമാണ് അല്ലെ? പ്രത്യക്ഷത്തിൽ എല്ലാ നബിമാരെക്കാണെയും ഹുസ്നി എനിക്കാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. ആ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയുന്നു ഭംഗിയുടെ ഒരു ഭാഗം ഹുസ്ൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം കൊണ്ട് എല്ലാവർക്കും ഷത്ർ എന്ന് പറഞ്ഞാൽ ഭാഗം എന്നാണെങ്കിലും അതിന് നിസ്ഫ് എന്ന് അർത്ഥം വെക്കാം. എന്ന് പറഞ്ഞാൽ പകുതി. അങ്ങനെ വെച്ചാൽ തന്നെ, അങ്ങനെ വെക്കണമെന്നില്ല. ഷത്റുൽ മസ്ജിദിൽ ഹറാം എന്ന് പറയുമ്പോൾ പള്ളിയുടെ ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ഭാഗം, അത്രേ അർത്ഥമുള്ളൂ. എന്നാൽ നിസ്ഫ് എന്ന് ചില വ്യാഖ്യാനത്തിൽ വന്നതുകൊണ്ട് അഥവാ ഭംഗിയുടെ പകുതി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട്. ഭംഗിയുടെ പകുതി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട്. എങ്കിൽ ബാക്കിയുള്ള പകുതി കൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾക്കും മറ്റുള്ള നബിമാർക്കും ഉമ്മത്തുകൾക്കും ഒക്കെ നൽകിയത് എന്ന് വന്നാൽ ഭംഗിയുടെ വിഷയത്തിൽ യൂസുഫ് നബിയാണല്ലോ ഉയർന്നു നിൽക്കുക എന്ന് വരൂലേ? ഇവിടെ ഹദീസ് വൈരുദ്ധ്യാകാൻ പാടില്ലല്ലോ. മാത്രമല്ല ഹദീസ് ആശയം ഇവിടെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട്. എന്തേ കാരണം? മുൻപ് സൂചിപ്പിച്ച പോലെ എല്ലാവരെക്കാളും യൂസുഫ് നബിയെക്കാളും മഹബത്ത് റസൂലുള്ളാഹി തങ്ങളോട് വരണമെന്ന് അള്ളാഹു പറയുമ്പോ ആ ആശയം അവിടുത്തെ തിരുനാവിലൂടെ പ്രചരിപ്പിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഭംഗി എന്നത് സാധാരണ മനസ്സ് ഒരു മഹബത്തിന്റെ പ്രിയത്തിന്റെ ഭാഗമായി കാണുന്നുണ്ടെങ്കിൽ ആ ഹുസ്ന്, ആ ഭംഗി ഏറ്റവും കൂടുതൽ എവിടെ വേണം? ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടണം, അല്ലെങ്കിൽ മഹബത്ത് പ്രിയം വെക്കപ്പെടണം എന്ന് പറയുന്ന ആ തിരു ശരീരത്തിൽ ഉണ്ടാവേണ്ടതുണ്ടല്ലോ. അത് മതപരമായി നമ്മൾക്ക് ബോധ്യപ്പെടൂലേ? എന്നാൽ പ്രാമാണികമായി പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. എന്തേ ഇവിടെ വൈരുദ്ധ്യമില്ല? ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബുർഖാനി തങ്ങൾ പറയുന്ന ഇവിടുത്തെ ശറഹില് ഇന്നഹു തിയ
സത്റൽ ഹുസ്നിൽ ലദീ ഊതിയഹു നബിയനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഭംഗിയുടെ പകുതിയാണ് ആർക്ക് നൽകിയിട്ടുള്ളത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനൊക്കെ നൽകിയിട്ടുള്ളത്. മൊത്തം ഭംഗിയുടെ പകുതിയല്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഭംഗിയുടെ പകുതി. അപ്പൊ അത്രയും കൂടി ആർക്കുണ്ട്? റസൂലുള്ളാഹി തങ്ങൾക്കുണ്ട്. റസൂലുള്ളാഹിക്കുള്ള ഭംഗിയുടെ പകുതി ഭംഗി ആർക്കുള്ളൂ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ളൂ. അപ്പോ അതിനേക്കാൾ ഡബിളാണ്, യൂസുഫിനുള്ളതിനേക്കാൾ അധികം ഭംഗി ആർക്കുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ഫഇന്നഹു ബലഗൽ ഗായത വയൂസുഫു ശതറഹ. റസൂലുള്ളാഹി തങ്ങൾക്ക് മുഴുവനും ഉണ്ട്, അതിന്റെ പകുതിയേ ഉള്ളൂ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്. അപ്പോ ഹദീസുകൾ വൈരുദ്ധ്യാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സത്ർ നൽകി, പകുതി നൽകി എന്ന് അർത്ഥം വെക്കുമ്പോൾ തന്നെ ആ പകുതി എന്നത് മൊത്തം ഭംഗിയുടെ പകുതിയല്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഭംഗിയുടെ പകുതിയാവുന്നു. അപ്പോൾ ഭംഗിയുടെ വിഷയത്തിലും ഏറ്റവും ഉയർന്നത് ആർ തന്നെയാണ്? മഹാനായ സയ്യിദുനാ വഹബീബുനാ ശഫീഉനാ അൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാകുന്നു. കാരണം ഇതൊക്കെ പ്രകൃതിപരമായി ഉണ്ടാകുന്ന ഒന്നാണ് ഭംഗി എന്ന് പറയുന്നത്. വഅഹ്സന മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ കണ്ണ് തങ്ങളെക്കാണ് മുഹ്സിനായ ഗുണം ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഭംഗി എന്നർത്ഥം വെക്കാം. അപ്പൊ എന്റെ കണ്ണ് തങ്ങളെക്കാണ് ഭംഗിയുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. ഒരൊറ്റ പെണ്ണും തങ്ങളെക്കാണ് ഭംഗിയുള്ള ആളെ പ്രസവിച്ചിട്ടില്ല. പെണ്ണ് പ്രസവിച്ചു, ആദം നബി മാത്രമുള്ള പെണ്ണ് മാറുള്ളൂ. ആദം നബിയെ മാത്രമേ ഒരു പെണ്ണ് പ്രസവിക്കാത്തതുള്ളൂ, ബാക്കി എല്ലാവരെയും പെണ്ണ് പ്രസവിച്ചതാണ്. പെണ്ണ് പ്രസവിച്ചവരിൽ നിന്ന് ഏറ്റവും ഭംഗി നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ ആദം നബിയെ മാറ്റി നിർത്താം. പക്ഷേ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞല്ലോ, വകാന നബിയുക്കും അഹ്സനഹും വജ്ഹാ വഅഹ്സനഹും സൗതാ. എല്ലാ നബിമാർക്കും ഭംഗിയുണ്ട്, എല്ലാ നബിമാരുടെ ശബ്ദവും മാധുര്യമാണ്. എന്നാൽ എന്റേത് എല്ലാ നബിമാർക്കാണെയും ഉഷാറാണ്. ആ നബിമാരിൽ ആദം നബി വിടുമല്ലോ. അപ്പോൾ പ്രവാചകന്മാരിൽ ഏറ്റവും ഭംഗിയുള്ളത് അഷ്റഫുൽ ഖൽഖ് തങ്ങളാണ്. പ്രവാചകന്മാരാണ് മറ്റുള്ളവരിൽ ഏറ്റവും ഭംഗിയുള്ളവർ, മറ്റുള്ളവരാണ് മറ്റു സൃഷ്ടികളിൽ ഏറ്റവും ഭംഗിയുള്ളവർ. ഒന്നുകൂടി നാം വായിക്കുമ്പോ, സൃഷ്ടികളിൽ ഏറ്റവും ഭംഗിയുള്ള വിഭാഗം മനുഷ്യരാണ്. മനുഷ്യരിൽ ഭംഗിയുള്ളവർ പ്രവാചകർ തന്നെയാണ്, പ്രവാചകന്മാർ തന്നെയാണ്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും ഭംഗിയുള്ളത് റസൂലുള്ളാഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സൃഷ്ടികളിൽ ഈ വിഷയത്തിലും ഏറ്റവും ഉന്നതരാണ്. അപ്പൊ നമ്മൾ രണ്ട് വിഷയം പറഞ്ഞു. ഒന്ന് ശാരീരിക കഴിവ്, അതുപോലെ ശാരീരിക ഭംഗി. രണ്ട് വിഷയത്തിലും സാധാരണ അവസ്ഥ അല്ല എന്ന് പ്രമാണങ്ങളെ കൊണ്ട് ബോധ്യപ്പെടുമ്പോ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ സാധാരണ രൂപത്തിലാണ് ജനിച്ചതും വളർന്നതും, സാധാരണ പ്രകൃതി തന്നെയായിരുന്നു ആ പ്രവാചകന് ഉണ്ടായിരുന്നത് എന്ന കേരള നദവത്തുൽ മുജാഹിദിന്റെയും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും കണ്ടെത്തൽ തീർത്തും പ്രമാണത്തിന് വിരുദ്ധമാകുന്നു എന്നൊന്നുകൂടി നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് നമ്മൾക്കൊക്കെ തന്ന് അനുഗ്രഹിക്കട്ടെ. ശൈഖിന്റെ പൊരുത്തം പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.